ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഞാനിന്ന് വന്നിരിക്കുന്ന ഒരു ബഗ്ഗി അബായയുടെ കട്ടിങ്ങിൻ്റെ സ്റ്റിച്ചിങ്ങിൻ്റെയും വീഡിയോ ആയിട്ടാണ്. അതിനായിട്ട് നമുക്കൊരു 3 മീറ്റർ ക്ലോത്താണ് വേണ്ടത്. അപ്പോൾ അതിനുള്ള മെറ്റീരിയൽ നമുക്കിവിടെ കട്ട് ചെയ്തെടുക്കാം. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തുകയാണെങ്കിൽ ഞാൻ ഇതുപോലെ ഇടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഞാൻ ആദ്യം ഇവിടെ 3 മീറ്റർ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ ബാക്കും ഫ്രണ്ടും സെപ്പറേറ്റ് ആണ് കട്ട് ചെയ്യുന്നത്. ഫ്രണ്ട് പീസും ബാക്ക് പീസും സെപ്പറേറ്റ് കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ആദ്യം കട്ട് ചെയ്യുന്നത് ഫ്രണ്ട് പീസാണ്. ഫ്രണ്ട് പീസ് ആദ്യം രണ്ടായിട്ട് മടക്കിയിടുക. ഫ്രണ്ടിൽ നമ്മളൊരു പടി പോലെ വെക്കുന്നുണ്ട്. പടി പോലെ സ്റ്റിച്ച് ചെയ്യുകയല്ല, പടിയായിട്ട് സ്റ്റിച്ച് ചെയ്യല്ല, ഈ പർദ്ദയിൽ തന്നെ ഒരു പടിയുടെ മോഡലിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം അത് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് ഞാൻ കാണിക്കാം. ആദ്യം ഫ്രണ്ട് പീസ് നമ്മൾ ഇതുപോലെ രണ്ടായിട്ട് മടക്കിയിട്ടിട്ട് ഇതുപോലെ സെൻറ്ററിൽ നിന്നും ഇതുപോലെ 2 ഇഞ്ച് ഇങ്ങനെ അടയാളപ്പെടുത്തി കൊടുക്കണം. 2 ഇഞ്ച് നമ്മൾ അടയാളപ്പെടുത്തി കൊടുക്കുക. ഇതുപോലെ 2 ഇഞ്ച് താഴേക്ക് അടയാളപ്പെടുത്തി കൊടുക്കുക. ഇതുപോലെ ഫുള്ള് താഴെ വരെ നമ്മളത് അടയാളപ്പെടുത്തി കൊടുക്കുക. എനിക്കിവിടെ താഴെ വരെ ഫുള്ളായിട്ട് അടയാളപ്പെടുത്തിയില്ലെങ്കിലും കുഴപ്പമില്ല. ഇതിനൊരു ലെയിൻസ് ഉണ്ട്, കറക്റ്റ് ആ ലെയിൻസാണ് വരുന്നത്. അപ്പോൾ അത് വെച്ച് ഞാനിവിടെ അടയാളം എടുത്തിട്ടുണ്ട്. അപ്പം അതിന് ശേഷം ഇതുപോലെ ആ സെൻറ്റർ നമ്മൾ അടയാളപ്പെടുത്തിയ ഭാഗം ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ദാ ഇതുപോലെ വരും. എന്നിട്ട് നമുക്ക് അതിൻ്റെ സെൻറ്റർ ഭാഗം ഇതുപോലെ പിടിക്കുക. ആ സ്റ്റിച്ച് ചെയ്തതിൻ്റെ സെൻറ്റർ ഭാഗം ഇതുപോലെ സ്റ്റിച്ച് ചെയ്തതിൻ്റെ സെൻറ്റർ ഭാഗം ഇങ്ങനെ കറക്റ്റായിട്ട് വരാൻ പാകത്തിന് ഇതുപോലെ വെച്ച് കൊടുത്ത് താഴെ വരെ നമ്മൾ അയൺ ചെയ്തെടുക്കുക. ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് കൊടുത്ത് താഴെ വരെ അയൺ ചെയ്തെടുക്കണം. അയൺ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കറക്റ്റ് സെൻറ്റർ ഭാഗത്തായിട്ട് തന്നെ വന്നുകൊള്ളും. ഇതുപോലെ കറക്റ്റിന് വന്നുകൊള്ളും. അപ്പം ഞാനത് കൊണ്ടുപോയി അയൺ ചെയ്തെടുത്തു. ഇതുപോലെ നമുക്ക് സെൻറ്ററിൽ ഇതുപോലെ വെച്ച് കറക്റ്റിന് താഴെ വരെ ഇതുപോലെ അയൺ ചെയ്തെടുക്കുക. അയൺ ചെയ്തെടുക്കുമ്പോഴും 2 സൈഡിലേക്കും ഇതുപോലെ വരും, കറക്റ്റായിട്ട് വരും. അപ്പം ഞാൻ ഇതുപോലെ കറക്റ്റിന് അയൺ ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം ആ ഫ്രണ്ട് പീസ് ആദ്യം ബാക്ക് പീസ് എടുത്ത് വെക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് ഫ്രണ്ട് പീസ് ഇതുപോലെ വെച്ച് കൊടുത്ത് നമ്മൾ കറക്റ്റായിട്ട് വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഷോൾഡർ അടയാളപ്പെടുത്താം. ഷോൾഡർ എന്ന് വെച്ചാൽ നമ്മളിതിൽ കൈക്കുഴിയൊന്നും കട്ട് ചെയ്യുന്നില്ല, സ്ലീവെല്ലാം ഇതിൽ തന്നെയാണ്. അപ്പോൾ സ്ലീവ് വരെയുള്ള ലെങ്ത് എത്രയാണോ വേണ്ടത് അത് നമുക്കിവിടെ അടയാളപ്പെടുത്തി കൊടുക്കാം. കറക്റ്റായിട്ട് വെച്ച് ഇതുപോലെ അടയാളപ്പെടുത്തി കൊടുക്കുക. ഞാൻ 25 വരെയാണ് അവിടെ അടയാളപ്പെടുത്തി കൊടുത്തേക്കുന്നത്. അവിടെ നിന്ന് നമ്മൾ ഷോൾഡർ ഒന്ന് ചരിച്ച് വരയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു 2 ഇഞ്ച് താഴേക്ക് ഇതുപോലെ അടയാളപ്പെടുത്തി കൊടുക്കുക. അവിടെ നിന്നും താഴേക്ക് സ്ലീവ് അടയാളപ്പെടുത്തി കൊടുക്കുക 6 ഇഞ്ച്. അതിനുശേഷം ലെങ്ത് എത്രയാണോ വേണ്ടത് ലെങ്ത് നമുക്ക് ഇവിടെ അളന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം. ലെങ്ത് അടയാളപ്പെടുത്തി കൊടുത്തതിന് ശേഷം ലെങ്ത് താഴ്ഭാഗം നമുക്ക് ഇവിടെ ലെങ്ത് എത്രയാണോ നോക്കിയതിന് ശേഷം താഴ്ഭാഗത്തെ വിഡ്ത്ത് നമുക്കൊരു 19 മതി. ആ 19 ഇവിടെ അടയാളപ്പെടുത്തി കൊടുക്കുക. അതിവിടെ അടയാളപ്പെടുത്തി കൊടുത്ത് കറക്റ്റായിട്ട് ഇതുപോലെ താഴ്ഭാഗം വരച്ചു കൊടുത്തതിന് ശേഷം താഴെ നിന്നും മുകളിലേക്ക് ആ സ്ലീവിൻ്റെ ഭാഗത്തേക്ക് ഇതുപോലെ വരച്ചു കൊടുക്കുക. സാധാരണ നമ്മൾ ചുരിദാറൊക്കെ കട്ട് ചെയ്യുമ്പോൾ മുകളിൽ നിന്നും താഴേക്കാണ് വരുന്നത്. ഇത് താഴെ നിന്നും മുകളിലേക്ക് ആ സ്ലീവിൻ്റെ ഭാഗത്തേക്കാണ് വരുന്നത് വീതി കൂടുന്നത്. താഴെ നിന്നും മുകളിലേക്കാണ് വീതി കൂടി വരുന്നത്. അതുപോലെ ഇതുപോലെ അടയാളപ്പെടുത്തി കൊടുക്കാം. ബഗ്ഗി അബായയുടെ താഴ്ഭാഗം കുറച്ചും മുകൾ ഭാഗം കൂടിയിട്ടുമാണ് കിടക്കുന്നത്. അങ്ങനെയാണ് നമ്മളിപ്പോൾ ഇവിടെ അടയാളപ്പെടുത്തി കൊടുത്തേക്കുന്നത്. ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് ഇതുപോലെ അടയാളപ്പെടുത്തി കൊടുക്കുക. ഇതുപോലെ ഫുൾ അടയാളപ്പെടുത്തിയതിന് ശേഷം നമുക്കിത് കറക്റ്റായിട്ട് വെച്ച് കട്ട് ചെയ്തെടുക്കാം. താഴ്ഭാഗവും കട്ട് ചെയ്യണം, സൈഡിലും നമ്മളിതുപോലെ കറക്റ്റായിട്ട് കട്ട് ചെയ്ത് ഷോൾഡറും കറക്റ്റിന് കട്ട് ചെയ്ത് കൊടുക്കുക. എല്ലാം കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കുക. സ്ലീവിൻ്റെ ഭാഗവും നമ്മൾ ഇതുപോലെ മുകളിലേക്ക് ഷോൾഡർ ഇതുപോലെ ചരിച്ച് കട്ട് ചെയ്ത് കൊടുക്കണം. സ്ലീവിൻ്റെ ഭാഗത്ത് നിന്നും ഇതുപോലെ കറക്റ്റായിട്ട് നമ്മൾ അടയാളപ്പെടുത്തിയ ഭാഗങ്ങൾ കറക്റ്റായിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്കിനി നെക്കാണ് കട്ട് ചെയ്യാനുള്ളത്. നെക്ക് രണ്ടും ഒരുപോലെ തന്നെയാണ് കട്ട് ചെയ്യുന്നത്. ബാക്കും ഫ്രണ്ടും എല്ലാം ഒരുപോലെ തന്നെയാണ് നമ്മളിവിടെ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ബാക്ക് പീസിൻ്റെ അതേ അളവിൽ തന്നെ ഫ്രണ്ട് പീസും നമ്മൾ കട്ട് ചെയ്യുന്നു. അന്നേരം ഫ്രണ്ട് പീസ് കറക്റ്റായിട്ട് വെച്ച് കൊടുത്തതിന് ശേഷം ഇതുപോലെ നമുക്ക് നെക്ക് അടയാളപ്പെടുത്തി കൊടുക്കാം. ഇവിടെ 4 ഇഞ്ച് ഇതുപോലെ അടയാളപ്പെടുത്തി കൊടുക്കുക. വിഡ്ത്ത് ലെങ്തും ഇതുപോലെ ഒരു 3 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ വളച്ച് വരച്ച് കൊടുക്കുക. ഒരു ബോട്ട് നെക്ക് പോലെ വളച്ച് വരച്ചത് കട്ട് ചെയ്തെടുക്കാം. നെക്ക് കട്ട് ചെയ്തെടുത്തതിന് ശേഷം അതേ അളവിൽ തന്നെ നെക്കിനുള്ള മെറ്റീരിയൽ ഉള്ളിലേക്ക് അടിച്ചു മറിക്കാനുള്ള മെറ്റീരിയലും നമുക്കിതുപോലെ കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ 4ആയിട്ട് മടക്കിയിട്ടിട്ട് അതേ അളവിൽ തന്നെ നെക്കും കട്ട് ചെയ്തെടുക്കണം. ഇതുപോലെ തന്നെ കറക്റ്റായിട്ട് വെച്ച് കൊടുത്ത്
നെക്ക് ഉള്ളിലേക്ക് അടിച്ച് മറിക്കാനുള്ളത് നമുക്കിതുപോലെ കട്ട് ചെയ്തെടുക്കാം. ഇനി നമ്മൾ സ്ലീവിൻ്റെ താഴ്ഭാഗത്ത് നല്ല വീതിക്ക് ഇലാസ്റ്റിക്കാണ് കൊടുക്കുന്നത്. അതിനുള്ള മെറ്റീരിയൽ നമുക്കിവിടെ കട്ട് ചെയ്തെടുക്കാം. സ്ലീവിൻ്റെ താഴേക്ക് വെക്കാനുള്ള മെറ്റീരിയലാണ് ഞാനിവിടെ കട്ട് ചെയ്യുന്നത്. അത് നമ്മൾ ഫുൾ ഇലാസ്റ്റിക്കാണ് കൊടുക്കുന്നത്. അതിൻ്റെ ലെങ്ത് വരുന്നത് ഒരു 8 ഇഞ്ച് വരാൻ പാകത്തിന് ഇതുപോലെ എടുക്കുക. വിഡ്ത്ത് കൂട്ടിയിട്ട് എടുക്കണം. നമ്മൾ ഇലാസ്റ്റിക്കാണ് കൊടുക്കുന്നത്. അതിപ്പം ചുരുങ്ങിയിരിക്കേണ്ടത് കൊണ്ട് ഇച്ചിരി കൂടുതൽ എടുക്കണം നമ്മൾ. അപ്പം ഇതുപോലെ 4ആയിട്ട് മടക്കിയിട്ടതിന് ശേഷം ലെങ്ത് അനുസരിച്ച് നമ്മളിത് കട്ട് ചെയ്തെടുക്കുക. ഇത്രയേ ഉള്ളൂ അബായയുടെ കട്ടിങ്ങിൻ്റെ വീഡിയോ. നമുക്കിനി സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങാം. സ്റ്റിച്ച് ചെയ്യുമ്പോൾ ആദ്യം തന്നെ നമ്മൾ സ്ലീവിൽ അറ്റാച്ച് ചെയ്യാനുള്ള ഇലാസ്റ്റിക് പിടിപ്പിക്കാനുള്ള ആ മെറ്റീരിയലിൻ്റെ താഴ്ഭാഗം നമുക്കിതുപോലെ ഒന്ന് ചെറുതായിട്ട് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ ചെറുതായിട്ട് മടക്കി 2 സ്ലീവിനുള്ളതും ഇതുപോലെ ചെറുതായിട്ട് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഫുൾ ഇലാസ്റ്റിക്കാണ് കൊടുക്കുന്നത്. ഇതിനു മുമ്പുള്ള ഒരു വീഡിയോയിൽ ഞാൻ ഇലാസ്റ്റിക് സ്ലീവ് സ്റ്റിച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചിട്ടുണ്ട്. അത് ഇലാസ്റ്റിക് സ്റ്റിച്ച് ചെയ്യുന്ന രീതിയെല്ലാം കാണിച്ചിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, നിങ്ങൾ പോയി കാണുക. അപ്പോൾ ഇലാസ്റ്റിക് എല്ലാം സ്റ്റിച്ച് ചെയ്തതിന് ശേഷം അതിൻ്റെ സൈഡ് നമ്മൾ ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. 2 സൈഡും കൂടെ ഒരുമിച്ച് വെച്ച് നമ്മൾ 2 സ്ലീവും ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇത് രണ്ടും സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോഴേക്കും ദാ ഇതുപോലെ വരും. നമ്മൾ സ്ലീവ് ഇട്ട് കഴിയുമ്പോഴത്തേക്കും ദാ ഇതുപോലെ ഇരിക്കും. സ്ലീവ് ഇങ്ങനെയാണ് വരുന്നത്. അതിനുശേഷം നമുക്ക് ഫ്രണ്ട് നെക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഫ്രണ്ട് നെക്ക് കറക്റ്റായിട്ട് വെച്ച് ഇതുപോലെ ഉള്ളിലേക്ക് അടിച്ച് മറിച്ച് കൊടുക്കുക. കറക്റ്റിന് വെച്ച് അടിച്ച് മറിച്ച് ഉള്ളിലേക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഫ്രണ്ട് നെക്കെല്ലാം അടിച്ച് മറിച്ചതിന് ശേഷം ഞാൻ ഫ്രണ്ടിൽ ഒരു പടി കണക്ക് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടല്ലോ, അതിൽ ഞാനൊരു ഫ്ലവർ കണക്ക് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഒരു ബീഡ്സ് വെച്ച് പഞ്ച് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം ബീഡ്സ് പഞ്ച് ചെയ്യുന്നതിൻ്റെ വീഡിയോ ഞാൻ ഇതിനു മുമ്പ് ഇട്ടിട്ടുണ്ട്. അത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, നിങ്ങൾ പോയി കാണാവുന്നതാണ്. ഇതാ ഇതുപോലെയാണ് ഞാൻ ഫ്ലവർ വെച്ച് അതിൻ്റെ മുകളിൽ ബീഡ്സ് വെച്ച് പഞ്ച് ചെയ്തേക്കുന്നത്. അതിനുശേഷം നമുക്ക് ബാക്ക് നെക്കാണ് സ്റ്റിച്ച് ചെയ്യാനുള്ളത്. ബാക്ക് നെക്ക് കറക്റ്റായിട്ട് വെച്ച് കൊടുത്ത് നമ്മളത് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ബാക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്ത് അടിച്ചു മറിച്ച് നമ്മളത് ജോയിൻ ചെയ്യുന്നില്ല. അത് ബാക്ക് നെക്ക് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഒരു കൊത്തിട്ട് കൊടുത്ത് പിന്നെ സെപ്പറേറ്റ് വെച്ചിരിക്കുന്ന ആ മെറ്റീരിയലിൽ മാത്രം സ്റ്റിച്ചിങ് വരാൻ പാകത്തിന് നമ്മളിതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഫുള്ളായിട്ട് കറക്റ്റായിട്ട് കൊത്തിട്ട് കൊടുക്കുക. അതിനുശേഷമാണ് നമ്മൾ ഇതുപോലെ മറിച്ചിട്ട് കൊടുത്തതിന് ശേഷം ആ നെക്കിന് വേണ്ടിയിട്ട് സ്റ്റിച്ച് ചെയ്ത് വെച്ചിരിക്കുന്ന ആ മെറ്റീരിയലിൽ മാത്രം വരാൻ പാകത്തിന് ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് കൊടുത്ത് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മൾ ഷോൾഡർ തമ്മിൽ കൂട്ടി യോജിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ബാക്ക് പീസും ഫ്രണ്ട് പീസും കൂടെ കറക്റ്റായിട്ട് വെച്ച് കൊടുത്ത് സ്ലീവിൻ്റെ താഴ്ഭാഗത്ത് നിന്നും മുകളിലേക്ക് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വരിക. കറക്റ്റായിട്ട് വെച്ച് കൊടുത്ത് ഇതുപോലെ ഒരു സ്ലീവിൻ്റെ താഴ്ഭാഗത്ത് നിന്നും ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുക. എന്നിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. 2 സൈഡും അതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്ക് ബാക്ക് നെക്ക് ഇതുപോലെ ഉള്ളിലേക്ക് വെച്ച് കൊടുത്ത് മടക്കി നമുക്കത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് കൊടുത്ത് അത് ഫുള്ളായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ബാക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്ക് അബായയുടെ 2 സൈഡാണ് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്, യോജിപ്പിക്കേണ്ടത്. അപ്പം മുകളിൽ നമ്മൾ സ്ലീവിനുള്ളത് കട്ട് ചെയ്തിട്ടുണ്ടല്ലോ, സ്ലീവിന് 6 ഇഞ്ച് സ്ലീവിന് അടയാളപ്പെടുത്തി കൊടുത്തതിന് ശേഷം താഴേക്കാണല്ലോ നമ്മൾ വളച്ച് കട്ട് ചെയ്തേക്കുന്നത്. അവിടെ നിന്നും താഴേക്കാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യേണ്ടത്. സ്ലീവ് കഴിഞ്ഞിട്ടുള്ള ഭാഗത്ത് നിന്നും ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച്
അത് കറക്റ്റിന് വെച്ച് കൊടുത്ത് നമ്മളത് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇതുപോലെ വെച്ച് കൊടുക്കുക. എന്നിട്ടാണ് നമ്മൾ സ്ലീവിനുള്ള ആ ഇലാസ്റ്റിക് സ്റ്റിച്ച് ചെയ്ത് വെച്ചേക്കുന്നത് നമ്മൾ സ്ലീവുമായിട്ട് അറ്റാച്ച് ചെയ്യുന്നത്. 2 സൈഡും സ്റ്റിച്ച് ചെയ്തതിന് ശേഷമാണ് നമ്മളങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്നത്. അതിന് ശേഷം 2 സൈഡും സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്കിനി സ്ലീവിൻ്റെ താഴ്ഭാഗത്തുള്ള ഇലാസ്റ്റിക് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ കറക്റ്റായിട്ട് ഇലാസ്റ്റിക് സ്റ്റിച്ച് ചെയ്തിരിക്കുന്ന ആ പീസ് എടുത്ത് വെച്ചിട്ട് ഇതുപോലെ കറക്റ്റിന് വെച്ച് കൊടുക്കുക. സ്ലീവ് ഇതുപോലെ കറക്റ്റിന് വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ കറക്റ്റായിട്ട് രണ്ടും കൂടി ഒരുമിച്ച് പിടിക്കുക. ഒരുമിച്ച് പിടിച്ചതിന് ശേഷം നമുക്കത് ഈ ഇലാസ്റ്റിക് സ്റ്റിച്ച് ചെയ്തേക്കുന്ന ആ മെറ്റീരിയൽ ഉള്ളിലേക്ക് വരാൻ പാകത്തിന് ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് നമ്മൾ കറക്റ്റിന് വെച്ച് കൊടുത്ത് നമ്മളത് ഫുള്ളും ചുറ്റിനും നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക. 2 സൈഡും അതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ആ ഇലാസ്റ്റിക് വെച്ച ഭാഗം ഒന്ന് വലിച്ചു കൊടുത്താൽ മാത്രം മതി. അപ്പം നമുക്ക് സ്ലീവിൻ്റെ അതേ അളവിൽ തന്നെ കിട്ടിക്കോളും. കറക്റ്റായിട്ട് ഇതുപോലെ വെച്ച് കൊടുത്ത് ചുറ്റിനും നമ്മളത് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇത്രയേ ഉള്ളൂ. ഈ അബായയുടെ സ്റ്റിച്ചിങ്ങിന് താഴെ കൂടി നമ്മളൊന്ന് മടക്കി സ്റ്റിച്ച് ചെയ്യണം. അബായയുടെ താഴ്ഭാഗം ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്യണം. അത്രയേ ഉള്ളൂ നമ്മുടെ ഈ അബായയുടെ കട്ടിങ്ങിൻ്റെ സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ. ഈ അബായയുടെ സ്ലീവ് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഇതുപോലെയാണ് വരുന്നത്. ഫ്രണ്ട് പാർട്ട് ഇതുപോലെയും വരും. അബായ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഇതുപോലെയാണ് വരുന്നത്. ഇത്രയും വിട്ടിൽ ഇതുപോലെ ഇങ്ങനെ കിടക്കും. അപ്പം എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. എൻ്റെ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്.